വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഒരു വേൾഡ് റെക്കോർഡ് ലഭിച്ചൊരു സന്തോഷം, അതോടൊപ്പം തന്നെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന കാര്യം ആദ്യം പറയാം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കരയിൽ 19 വയസ്സുള്ള റിഫാദിയ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വീട്ടിലെ ഒരു ഉച്ച സമയത്ത് കസേരയിലിരുന്ന് കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കുകയാണത്രേ. പെട്ടെന്ന് ഈ പെൺകുട്ടി അങ്ങോട്ട് കുഴഞ്ഞു വീണ് ഈ പെൺകുട്ടി മരണപ്പെട്ടു. ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടത് മരണകാരണം വ്യക്തമല്ല എന്നുള്ളതാണ്. കുഴഞ്ഞു വീണ് നല്ല ആരോഗ്യമുള്ള 19 വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കണത്. മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ളൊരു കുട്ടിയാണ്, പക്ഷേ പൊടുന്നനെയുള്ളൊരു മരണം. അപ്പം എൻ്റെ കൂടെ കൗൺസിലിംഗ് പഠിച്ച ആകാശവാണിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. അവരുടെ ഭർത്താവ് ഒരു PSC ഇതിൻ്റെ കോച്ചിങ് സെൻറ്റർ നടത്തുകയാണ്. പൊടുന്നനെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. എവിടെയും കേൾക്കുന്ന വാർത്ത ഇതാണ്. നല്ല ആരോഗ്യമുള്ള ഒരാളുകൾ പൊടുന്നനെ കുഴഞ്ഞു വീണ് മരണപ്പെടുക എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ആ റിഫാദിയ എന്ന് പേരുള്ള ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് മരണകാരണമോ മറ്റോ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളൊന്ന് പങ്കുവെക്കണം. അപ്പോൾ ആ ഒരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യലാണ് ഒന്നാമത്തെ ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു വേൾഡ് റെക്കോർഡ് നേടിയൊരു കാര്യം പറയാനുള്ളതാണ്. ആ വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇന്ത്യയിൽ 51 പേർക്കാണ് ആ വേൾഡ് റെക്കോർഡ് നേടിയത്. അതിലൊരാൾ ഞാനാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. എന്താ വേൾഡ് റെക്കോർഡ് എന്ന് വെച്ചാൽ, ആ വേൾഡ് റെക്കോർഡിൻ്റെ പുരസ്കാരം ലഭിച്ചത് ഇന്നലെ കോഴിക്കോട് വെച്ചിട്ട് ലോകത്തെ തന്നെ വലിയൊരു മജീഷ്യനായ RK മലയത്തിൽ നിന്നാണ് ഞാൻ ആ പുരസ്കാരം സ്വീകരിച്ചത്. പത്നിയുടെ തേരോട്ടം തുറന്നുകൊണ്ടേയിരിക്കുന്നു. പത്നിയ is a revolution and is a movement, and is a spark. It is not a spark, it's a fire. Yes, it's a great and precious movement. പത്നിയിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ റോപ്പ് എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മുടെ കയ്യും കാലൊക്കെ പൂർണ്ണമായിട്ട് വരിഞ്ഞ് കെട്ടിയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അതിൽ നിന്ന് മോചനം വേണം. അതായത് ആ കെട്ടഴിച്ചു വരണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യും കാലും കൂടി കൂട്ടിക്കെട്ടിയിട്ട് വെറും 3 സെക്കൻഡുകൾക്കകം അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നടന്ന അതിൻ്റെ രക്ഷപ്പെടാൻ കഴിഞ്ഞതിൻ്റെ ഒരു മത്സരമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനുണ്ട്, എൻ്റെ സുഹൃത്ത് അബ്ദുൾ റസാഖ് ഉണ്ട്. അങ്ങനെ ഇന്നലത്തെ ആ ചടങ്ങിൽ 51 പേരാണ് ഉണ്ടായിരുന്നത്. 51 പേർക്ക് വേൾഡ് റെക്കോർഡ് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഈ എന്താ പറയുക, വേൾഡ് ഹിപ്നോസിസ് ഡേ ആണ്. അതായത് ഞാനൊരു ഹിപ്നോട്ടിക് കൗൺസിലിംഗ് കഴിഞ്ഞ ഒരാളായതുകൊണ്ട്, ഹിപ്നോട്ടിസൊക്കെ പഠിച്ച ഒരാളായതുകൊണ്ട് അതുമായി ബന്ധപ്പെടുന്ന ഒരു ഫംഗ്ഷൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഈ ഒരു ഷെരീഫ് സാറാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ. അദ്ദേഹം കാസർഗോട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഞാനിതൊക്കെ പഠിച്ചത്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഈ 3 സെക്കൻഡുകൾക്ക് മുൻപായിട്ട് എൻ്റെ അത്ര ഒരു 1.5 സെക്കൻഡോ 2 സെക്കൻഡിൻ്റെ ഉള്ളിലെങ്ങാനും നമ്മൾ ഈ റോപ്പ് എസ്കേപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പുരസ്കാരം മാഷാ എന്ന് ലഭിച്ചത് ഒരു വലിയ സന്തോഷമാണ്. എനിക്കൊരു സന്തോഷമാണ്. പലരുടെയും അതൊക്കെ വലിയ വാർത്തയൊക്കെ വന്നിരുന്നു. നമുക്കിതിലിങ്ങനെ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് അഭിനന്ദിക്കാൻ മറക്കരുത്. കാരണം ഇതൊരു എനിക്ക് പേഴ്സണലി കിട്ടുന്നൊരു സന്തോഷമല്ലേ. അപ്പോൾ അത് നിങ്ങളുടെയും കൂടി സന്തോഷമല്ലേ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആ ഒരു ചടങ്ങ് എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ഞാൻ മെൻ്റലിസം പഠിച്ചപ്പോഴാണ്, ഞാൻ സാധാരണ ഒരു മെൻ്റലിസ്റ്റോ അല്ലെങ്കിൽ ഒരു മെൻ്റലിസ്റ്റ് ഷോ ആക്കി നടത്തുന്ന ഒരാളൊന്നുമല്ല. ഒരു അധ്യാപകൻ എന്ന നിലക്ക്, കൗൺസിലിംഗ് എന്ന നിലക്ക് നമുക്ക് നമ്മുടെ കൗൺസിലിംഗ് മേഖലയിലും അധ്യാപന മേഖലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിക്കൈന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെൻ്റലിസം പഠിച്ചത്. അപ്പോൾ മെൻ്റലിസത്തിനെ കുറിച്ച് നമുക്ക് ഭയങ്കര തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഷെരീഫ് സാർ എന്നുള്ള കാസർഗോട്ടുകാരൻ, ആ സാറിൽ നിന്ന് പഠിച്ചപ്പോഴാണ് വളരെ സില്ലിയാണ്. കുറച്ച് സാമ്പത്തിക ചിലവുണ്ട്, നല്ല ഐറ്റംസൊക്കെ കാണിക്കുകയാണെങ്കിൽ. ഇപ്പം ഞാനങ്ങനെ വീഡിയോയിൽ അങ്ങനെ ഐറ്റംസ് കാണിച്ച് തന്നിട്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്താനെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ അതിൻ്റെ ട്രിക്കുകളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അതൊന്നും നമ്മുടെ ലക്ഷ്യമില്ല. 1-2 വീഡിയോസൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ എൻ്റെ കൗൺസിലിങ്ങിന് വരുമ്പോഴൊക്കെയാണ് ഈ മെൻ്റലിസം കാണിക്കൽ. അപ്പോൾ മെൻ്റലിസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചത്. JP സാർ, കോഴിക്കോട് JP സാറുടെ കയ്യിൽ നിന്നാണ്. പിന്നെ ഷെരീഫ് സാറെ പരിചയപ്പെട്ടപ്പോൾ അതിൽ ലെവൽ 1 പഠിച്ചപ്പോൾ നമുക്കൊരാളെ ഹിപ്നോട്ടിസം ചെയ്തിട്ട് അയാളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നൊരു സാഹചര്യമായി. ഈ കൗൺസിലിങ്ങിനൊക്കെ ആളുകൾ വരുമ്പോൾ ആവശ്യമാണെങ്കിൽ നമ്മൾ അവരെ ഹിപ്നോട്ടിക്കൽ കൗൺസിലിംഗ് ചെയ്യും. അപ്പോൾ ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയ റിലീഫാണ്.
വലിയ പ്രയാസങ്ങളിലൊക്കെ നിൽക്കുന്ന ആളാണ്, വലിയ ദുഃഖത്തിലുള്ള ആളുകളാണ്, വലിയ ട്രോമയിലുള്ള ആളുകൾ, വലിയ വിഷാദത്തിലാണ്, അല്ലെങ്കിൽ വലിയ ബ്രേക്കപ്പിൻ്റെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ചില രഹസ്യങ്ങളൊക്കെ മൂടി വെക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ്. ഇതിൽ നിന്നൊക്കെ ഈ ആളും കൂടി സഹകരിക്കുകയാണെങ്കിൽ ഹിപ്നോട്ടിക് കൗൺസിലിങ്ങിലൂടെ പറ്റില്ലാണ്. അപ്പോൾ ഞാനിത് എൻ്റെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹിപ്നോട്ടിക്സൊക്കെ അപ്ലൈ ചെയ്യൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ചേർന്നപ്പോഴാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് റോപ്പ് എസ്കേപ്പിൽ നമുക്കൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു, അതിലൊരു വേൾഡ് റെക്കോർഡ് നേടി. അപ്പോൾ ആ സന്തോഷമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ആ ചടങ്ങിൽ വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു, വിസാൽ മീഡിയ അറിയുന്ന ഉസ്താദുമാരുണ്ടായിരുന്നു. അപ്പോൾ പലരായാലും ഒരാളെ ഞാൻ കണ്ടു, അദ്ദേഹം ഒരു PSC കിട്ടിയിട്ട് സ്കൂളിൽ അധ്യാപകനായിട്ട് കണ്ണൂർ എവിടെയെങ്ങാനാണ് ജോലി. അപ്പോൾ നമ്മളെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത ഒരാളാണ്, നമ്മൾ ചില പ്രതിഷേധങ്ങൾ കാരണം. അപ്പോൾ ആ പ്രതിഷേധമൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ മൂപ്പര് ഭയങ്കര ഹാപ്പി ആയി. പിന്നെ ഒരുപാട് നന്ദി പറയുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഷെരീഫ് മാസ്റ്റർ. അദ്ദേഹം കാസർഗോട്ടുകാരൻ, എനിക്ക് കാസർഗോട്ടുകാരെ ഒരു സുഹൃത്തുക്കളായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പി. അവരുടെ സംസാര രീതി ഭയങ്കര രസമാണല്ലോ. പിന്നെ അവിടെ ഒരു വടകരയിൽ നിന്നുള്ള ഒരു 8 വയസ്സുള്ളൊരു കുട്ടിയുടെ ഒരു മേജിക് പരിപാടി, ഞാൻ കുട്ടിക്കാലത്തെങ്ങാനും കണ്ടതാണ് ഈ മേജിക്ക്. എന്ത് രസമാണെന്നറിയോ, ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. സ്റ്റേജ് ഷോ, ഞാൻ ആ സ്റ്റേജ് ഷോ ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് വെച്ചുതരാം, കാണാത്തവരുണ്ടെങ്കിൽ. ചെറിയ കുട്ടിയുടെ 8 വയസ്സായ ഒരു കുട്ടി വടകരയിലുള്ളതാണ്. ഇതാണ് ഇലോഷ സനീഷ് എന്നാണ് അവരുടെ പേര്. ഞാൻ അവരെ പരിചയപ്പെട്ടു, നല്ല ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. ഇതാണ് ഇപ്പോൾ മാജിക് കാണിച്ച ഇലോഷ അല്ലേ? ഇലോഷ എന്നല്ല പേര്. ഇലോഷയുടെ കൂടെ ഇവിടെ ശരിക്ക് വടകര. എത്ര വയസ്സായി? എത്ര? 8 വയസ്സ്. മോളെ എവിടെ പഠിക്കണേ? എവിടെ? വടകര. ഇപ്പം മാജിക് തുടങ്ങിയിട്ട് കുറേ കാലമായി മാജിക് രംഗത്തൊക്കെ വന്നിട്ട്. എത്ര വർഷമായി? കുറേ വർഷമായി. അച്ഛനെ പഠിപ്പിച്ചെന്ന് അങ്ങനെ കുറേ ഐറ്റം ചെയ്യില്ലേ? അടിപൊളി, സൂപ്പറായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്കൊരു വേൾഡ് റെക്കോർഡ് കിട്ടിയൊരു സന്തോഷം പങ്കുവെക്കുകയാണ്. ഇപ്പോൾ 2-3 സന്തോഷങ്ങളുണ്ട്. എൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കൗൺസിലിംഗ് കോഴ്സ് അതിൻ്റെ കോൺവെക്കേഷൻ പരിപാടിയാണ് ഈ ജനുവരി 10 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വേൾഡ് റെക്കോർഡ് മെൻ്റലിസം കോഴ്സ് കഴിഞ്ഞു. ഇനി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാവുക ഹൈറായ രൂപത്തിൽ ദീനിനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന ഒരു പഠനം അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇത് നിങ്ങൾ കണ്ടോക്കി, ഈ ഒരു മാജിക് ഷോ, ഈ കുട്ടിയുടെ മാജിക് ഷോ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ.